ഷിയാസ് കരീം വീഡിയോ മുഴുവൻ ഷിയാസ് കരീമിനെ തെറി വിളിച്ചുകൊണ്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അവൻ്റെ ഒരു ജിമ്മ് തുടങ്ങാനായിട്ട് ഏതോ പെണ്ണിനെ വെച്ചിട്ടിരുന്നു, ഏതോ തള്ളേരെ വെച്ചിട്ടിരുന്നു. ആ തള്ളേരെ നിന്ന് കാശ് മേടിച്ചു, അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ റെക്കോർഡ് ചെയ്ത വോയിസ്, ഇതൊക്കെ കണ്ടമാനം ആൾക്കാരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഷിയാസ് കരീം എന്ത് തെറ്റാ ചെയ്തത്? ഷിയാസ് കരീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷിയാസ് കരീമിനെ പോലെയുള്ള സുന്ദരന്മാരെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാന്ന് നോക്കാം എന്ന് വിചാരിച്ച് തോന്നി അവർ വിളിച്ചു, സംസാരിച്ചു. അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും കുറേ കാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവനൊരു സുഹൃത്തുക്കളും ഒക്കെ ആകുമ്പോൾ ആളെയായാലും കാശ് കടം പേടിക്കും, ചിലപ്പോൾ വിളിച്ച് സംസാരിക്കും, ചിലപ്പോൾ വോയിസ് ഇടും, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ അതൊക്കെ പിന്നെ രണ്ടാമത് എന്തെങ്കിലും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ 40 ലക്ഷം രൂപ എൻ്റെ നിന്ന് അടിച്ചു മാറ്റി, എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് വരുന്നതും എൻ്റെ പേരിങ്ങനെ ചീത്തയാക്കണതൊക്കെ അതൊക്കെ വളരെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ ഇട്ട് അലക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ അങ്ങനെ ചെയ്ത് അവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി അവന് ഒരു സ്റ്റേഷനിൽ പോയിട്ട് സ്ത്രീകൾക്ക് മുൻഗണനയുള്ളതാണ്, അവിടെ പോയിട്ട് പരാതി കൊടുക്കുക, ആ കാശ് മേടിച്ച കാശ് തിരിച്ച് മേടിക്കുക, അതിനുള്ള ശിക്ഷ എന്താ വെച്ചാൽ കൊടുക്കുക. അതിനിങ്ങനെ ഈ പാവത്തിന് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിൽ വലിയൊരു വിഷമമുണ്ട് നമുക്ക്. എല്ലാവരും ഇദ്ദേഹത്തിന് എങ്ങനെ തെറി പറഞ്ഞെടുക്കുക, അതുപോലെ ഒരുപാട് മോശത്തരം പറയുക. ഇപ്പോൾ ആണുങ്ങളാണ്, പല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം അത് അവരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, നിങ്ങൾ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഉടനടി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ വോയിസൊക്കെ പുറത്തിടുന്നതൊക്കെ ഒരു വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. വേറെ അധികാരിയുമായിട്ട് പറയാനായിട്ട് ഇതൊക്കെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല, നമ്മുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇക്കാര്യത്തിൽ നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. ഇല്ലീഗൽ ബന്ധമില്ലാത്തവരാരാള നമ്മുടെ നാട്ടിൽ? കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ച് ഭാര്യ ഉണ്ടെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ കൂടെ കഴിഞ്ഞാലും തെറ്റല്ല എന്ന് കോടതി വരെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നൽ കൂടെ ഇളകിയ പോലെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ കടന്നാക്രമിക്കാനായിട്ട് നാണമില്ലെന്ന് ഞാൻ ഈ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം നടക്കുന്ന കാണുമ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ സൈബർ ആക്രമണത്തിൻ്റെ പിന്നിലെന്ന് അറിയില്ല. ഇദ്ദേഹത്തിന് എന്തോ വലിയ കൊലപാതകം ചെയ്ത പോലെയാണ് ഇദ്ദേഹത്തിനോട് എല്ലാവരും പെരുമാറുന്നത്. ഇങ്ങേർക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം അയാൾ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ അവിടെ എന്തോ ഒരു ചീറ്റിങ് നടന്നു. ഇതല്ലേ ഈ സംഭവം നടന്നിട്ടുള്ളൂ. അതിന് ഈ മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കണ. ഇനി ഇദ്ദേഹം വല്ല കടുകൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി അതിന് സമാനം പറയുമോ? ഇത് വലിയൊരു കുറ്റം എന്നല്ല, അത് വലിയ ക്രിമിനൽ കുറ്റം എന്നല്ല ഇദ്ദേഹം ചെയ്ത് നോക്കണത്. ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് മേടിച്ചു, അതുപോലെ തന്നെ പറ്റിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കോടതിയെ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോടതിയിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് തെളിയും. അതുവരെ ഇയാൾ ക്ഷമിക്കുക.